ഫോൺ അടിക്കുന്ന ഒന്ന് എടുക്ക് ക്ലീറ്റോ. ഇനിയിപ്പോ ഈ രാത്രി ആര് വിളിക്കാ നീ? അൻസാറാണത്. ഇംഗ്ലീഷ് പറഞ്ഞോ. പ്രസിഡന്റ് ഈ നേരത്ത്. നമസ്കാരം. ഇല്ല കിടന്നില്ല. ഓ മീറ്റിംഗ് എനിക്ക് ഓർമ്മയുണ്ട്. 11-ാം തീയതി 6 മണിക്ക്. 6-ാം തീയതി 11 മണിക്ക്. നാളെയാ? ഓ നാളെ 6ആണല്ലോ. നാളെയാണല്ലേ? അയ്യോ പ്രസിഡന്റ്, ഞാൻ 11-ാം തീയതി 6 മണിക്കെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. ഇല്ല എത്തും. പിന്നെ ഇല്ല അത് കുഴപ്പമില്ല. ഇല്ല വേറെ പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല. ഓ പ്രസിഡന്റ് ആയിക്കോട്ടെ. നാളെ കാണാം. ഓ ശരി പ്രസിഡന്റ്. ഓക്കെ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. തങ്കം, ഈ തങ്കം നീ വന്നേ. പൊടിയായിരിക്കും. എന്ത് ഇങ്ങോട്ട് വാ. ഇതൊരു അബദ്ധം പറ്റിയ നാളെ. ഇപ്പോഴുള്ളല്ലേ അബദ്ധം. നീ കളിക്കില്ലേ? എന്തുവാ? നമ്മുടെ പാർട്ടിയുടെ ഒരു നിർണായക മീറ്റിംഗ് എന്നോട് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് 11-ാം തീയതി 6 മണിക്കാണെന്ന്. സംഗതി 6-ാം തീയതി 11 മണിക്ക്, അതായത് നാളെ. നാളെ പോണോന്ന് പറഞ്ഞാ ഇങ്ങോട്ട് ഇരിക്കേ. നാളത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിലെ ചില സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും ചില പദവികളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് അടുത്ത ആളുകളിലേക്ക് കൈമാറുന്നതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന മീറ്റിംഗാണ്. നിങ്ങളുടെ പാർട്ടിക്ക് മാത്രം പദവി എന്താ ഉള്ളത്? എന്ത് നീ തമാശ കളിക്കണ? 4-3-7 പേരല്ലേ ഉള്ളൂ. മതി, നല്ലത് കുറച്ച് മതി. കേന്ദ്രത്തിൽ നിന്ന് ആളുകളെല്ലാം വന്നിട്ടുണ്ട്. ഞാനേ ആകെ കൺഫ്യൂഷൻ. എൻ്റെ മനസ്സിൽ 11 പറഞ്ഞിരിക്കുന്നു. അതെ, പാർട്ടി സെക്രട്ടറി സ്ഥാനമൊക്കെ മറിയാൻ പോവുകയാണ്. അതിൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ നാളത്തെ മീറ്റിങ്ങിലാണ് നടക്കുന്നത്. പ്രസിഡന്റിനോട് രഹസ്യമായിട്ട് പറഞ്ഞത് ഏതാണ്ട് പാർട്ടി സെക്രട്ടറിയുടെ പേരിൽ വരുന്നയാൾ ഞാനായിരിക്കുമെന്നാണ്. ആരോടും പറഞ്ഞേക്കില്ല. ഇനി അത് ഒന്ന് വിളമ്പിക്കോ. പറഞ്ഞെന്താന്നല്ലോ ഇപ്പൊ ആഭ്യന്തര കാര്യമല്ലേ നടക്കാൻ. പാർട്ടിയുടെ രഹസ്യങ്ങളൊന്നും പുറത്തു സെക്രട്ടറി ആയപ്പോ എന്താ പ്രയോജനം? അതൊക്കെ കൊണ്ട് ആയി കഴിയുമ്പോൾ നീ നോക്കിക്കോ. എനിക്ക് കുറേമാരുടെ മുമ്പിൽ ഇത് നെളിഞ്ഞു നിൽക്കണം. സെക്രട്ടറി ആയി കഴിഞ്ഞാൽ ഞാൻ നേരെ ഒരു തുറന്ന ജീപ്പ് എടുക്കും, പാലായി പോയി കുറേമാരുണ്ട്. അവിടെ ഞാനൊരു സീറ്റ് വെച്ചിട്ട് വന്നില്ല. അമ്മമാരുടെ മുമ്പിൽ ഇരിക്കുക, തുറന്ന ജീപ്പിൽ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി. നീ വേണം എന്റെ സൈഡില്. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പാവം തോന്നുന്നു. എന്തൊരു നിഷ്കളങ്കനായിട്ട് തങ്കം. ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥാനത്തേക്ക് ആവുമ്പോഴേ ഇത്രയും വർഷത്തെ പ്രയത്നമല്ലേടി. വർഷം എത്രയായി ഈ പാർട്ടി സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ നമ്മൾ ഈ പ്രവർത്തനത്തിന്റെ ഒരു നല്ലൊരു ഫലം കിട്ടി എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഉടനെ വരും MLA. നാളെ മീറ്റിങ്ങിന് ഞാൻ പോവും. അല്ല മുണ്ട് ഷർട്ട് അവിടെ ഉണ്ടല്ലോ. അത് അല്ല, അത് അഴുക്കായി കിടക്കണം. അതറിയാനൊന്നും പോണൊന്നുമില്ല. അത് പറ്റൂല. അറിയൂലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചെന്ന് കയറുമ്പോഴേ അതിന്റെ ഗമയിലൊക്കെ ചെന്ന് പഴയതിട്ടുണ്ട് പോയാ പോരെ. നീ തമാശ കളിക്കില്ലേ? അതെടുത്ത് നനച്ചിട്ട് നാളെ നാളെ രാവിലെ ഒന്ന് തേപ്പ് കൂട്ടി എടുത്തിട്ട് തേപ്പം കൂടെ തേക്കുമ്പോ നീ ഇച്ചിരി കഞ്ഞി മുക്കി അങ്ങോട്ട് ഇട്. രാവിലെ തേക്കട കാര്യം ഞാൻ കഞ്ഞി മുക്കിയ നാറ് നല്ലോണം ഉണങ്ങിയില്ലെങ്കിൽ ഒന്നുമില്ല. ഞാനേ നീ അങ്ങനെ രാത്രി ഞാൻ പൊടി അരിച്ചു വെച്ചിട്ടില്ല. എന്റെ തങ്ക, എന്റെ പൊന്നു മോളെ, നീ അങ്ങനെ പറയല്ലേ. നീ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് കഴിക്കങ്ങട്. എന്തുവാ ക്ലീറ്റോ ഈ രാത്രി? എടി, നമ്മളെ ഭാവി പാർട്ടി സെക്രട്ടറി, നീ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കെട്ടിയും പാർട്ടി സെക്രട്ടറി ആണെന്ന് പറയുമ്പം അല്ല പാർട്ടി സെക്രട്ടറി. അയൺ ബോക്സ് എടുത്ത് കുത്തിയേക്ക്. തെരഞ്ഞെടുപ്പ് എടുക്കണ സമയത്ത് ഇവിടെ ഇട്ടിരുന്ന ഷർട്ട് എവിടെ? മുണ്ട് ഷർട്ട് ഇവിടെ കഴുകിട്ടിരുന്ന അയല് അവിടെ ഉണ്ട്. ആ ഫ്രണ്ടിലത്തെ അയലുണ്ട്. ഞാൻ ഫ്രണ്ടിലെ താഴെ നോക്കട്ടെ. ഇല്ലാന്ന് പറഞ്ഞ എവിടെയാണ്? നോക്കട്ടെ. എവിടെ നോക്കാം? ഞാൻ ഇവിടെ ഇട്ടിരുന്നല്ലേ ഉണങ്ങാതെ. എന്താ എന്റെ മുണ്ട് ഷർട്ട് കാണാമല്ലോ അളിയാ. 11 മണിക്ക് മീറ്റിംഗ് ഉള്ളതാണ്. ഏത് മറ്റേ വെള്ളേ? ഓ അത് മൊത്തം കറ പിടിച്ചില്ല അളിയാ. കുറെ നാളുകൊണ്ടിരിക്കുന്നു. പിന്നെ നീ ചെയ്ത കറ കളഞ്ഞിട്ട് പുതിയ വേടിയില്ലേ? പുതിയ വർഷമല്ലേ? എവിടെ ഇത് തങ്കം?
ഓ എടി നീ ഏത് അഴയ തുണി അടക്കണ കാര്യമാണ് ഈ പറയുന്നത്? ദേ, ഞാൻ ഈ പാത്രം ഒന്ന് കഴുകി വെച്ചോട്ടെ. ഞാൻ നീ ആ പാത്രം വെച്ച് കളിച്ചോണ്ടിരിക്കുക. എനിക്ക് മീറ്റിങ്ങിന് പോകാൻ സമയമായി. എന്റെ ക്ലീറ്റോ ഈ ഇവിടുത്തെ അഴയിലിട്ട് ക്ലീറ്റോന് കാണാൻ പറ്റില്ലേ? അവിടുത്തെ അഴയെ കാണാത്തത് കൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണത്. ഞാനല്ലേ അവിടെ ഇന്നലെ രാത്രി വിരിച്ചത്. നീ രാത്രി വിരിച്ച് രാവിലെ ഞാൻ ഉറക്കണിട്ട് ഉടനെ ഞാൻ കണ്ടു. പിന്നെ അതെവിടെ പോയി? ഒരു കാര്യം ചെയ്ത അലമാരിലൊന്ന് നോക്കിക്കേ. ആ അലമാരയിൽ നീ എടുത്തോണ്ട് വെച്ചോ. ഞാൻ ഇനി അറിയാതെ വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയാം. ബോധമില്ലാതെ നീ എടുത്തോണ്ട് വെക്കോ. ഞാൻ വെച്ചില്ല. നിങ്ങൾ പെടക്കാതിരിക്കെ കിട്ടും. എനിക്ക് പിടച്ചേ പറ്റുള്ളൂ. എന്തൊരു ശല്യമായത്. പിന്നെ തന്നത്തെ നടന്ന അതിനകത്ത് വരികയല്ലേ? ഇതിനകത്തില്ലല്ലോ. അതിനകത്ത് ഇല്ല. എന്ത് ദൈവമേ, ശരിക്കും നോക്കിയ അതിനകത്ത്. നീ പോയി നോക്കടി പോ. എന്ത് ദൈവമേ, കൊല്ലോ നിങ്ങളൊരു ഷർട്ടിനും മുണ്ടിനും വേണ്ടി. എനിക്ക് എന്റെ ഷർട്ടും മുണ്ടും കിട്ടിയില്ലെങ്കിൽ മീറ്റ് അറിയാലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. എവിടെ വെച്ചാൽ എടുത്തോളാ പോയി. ക്ലീറ്റോ ആ ചെലപ്പോഴേ കനകൻ ക്ലീറ്റോനെ പറ്റിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടാവും കേട്ടാ. അന്നത്തെ പോലെ. എന്തിന്? പണ്ട് തവരെ ഓർക്കല്ലേ ക്ലീറ്റോന്റെ മുണ്ട് ഷർട്ട് എടുത്ത് മാറ്റി. ഞാൻ ചോദിച്ചോട്ടെ, അവൻ എന്തിനു പറ്റിക്കാനും തമാശ കളിക്കാനുള്ളതാണ് എന്റെ പാർട്ടി, എന്റെ പ്രസ്ഥാനം, എന്റെ മുണ്ട് ഷർട്ടും. അവനെ മര്യാദക്ക് ചോദിച്ചത്. എന്താണ് നിന്റെ ഉദ്ദേശം? പത്രം വായിക്കുന്നു. തമാശ കളിക്കരുത്. പത്രം വായിക്കുന്നത് എന്റെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. ചായ കുടിക്കുന്നു. എന്താ കാര്യ? എന്റെ മുണ്ട് ഷർട്ട് എടുക്കാൻ. എന്റെ മുണ്ട് ഷർട്ടോ? കനക ആ യൂണിഫോം എടുത്തു കൊടുത്തേ. അതാ അത് പറയണ്ടേ. ഞാൻ പറഞ്ഞു തമാശ കളിക്കുന്നതിന് ഒരു നേരം കാലമില്ല. ഞാൻ ഈ പോവാൻ ടെൻഷൻ അടിക്കുന്ന സമയത്ത് കഴിയിട്ടുള്ള സാധനം അതിനിടയ്ക്ക് കാണാനില്ലെന്നുള്ള ഇവന് ഇന്നത്തെ മീറ്റിംഗിൽ ഇത് നിന്റെ പോസ്റ്റേ കയറുന്ന യൂണിഫോം. ഇതല്ല ക്ലീറ്റോന്റെ പാർട്ടിയുടെ യൂണിഫോം കൊടുക്കാൻ. നിനക്ക് അറിഞ്ഞൂടാ അതിന്റെ പ്രത്യേകത. ഇന്നത്തെ മീറ്റിംഗിൽ എന്റെ ജീവിതം മാറി മറിയണ മീറ്റിംഗാണ്. ദയവ് ചെയ്ത് ഞാൻ കാല് പിടിക്കണം. അളെ എന്റെ മുണ്ട് ഷർട്ട് എടുത്ത് കളിയാ. ഞാൻ എടുത്തില്ലേ? നീ കളിക്കരുത് അമ്മ. എന്റെ വെള്ള മുണ്ട് ഷർട്ട് എവ എടുത്ത് അകത്ത് എവിടെ കൊണ്ട് വെച്ചേക്കണേ? എനിക്കിന്ന് പാർട്ടി മീറ്റിംഗുള്ള തരാൻ പറയാമ്മ. ഞാൻ എടുത്തില്ലമ്മേ. അവിടെ എവിടെയെങ്കിലും ഉണ്ടാ നോക്ക്. അവിടെ ഇല്ല. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കഴുകിയിട്ട് വിരിച്ചതാന്നേ. അതെ, ഇന്നലെ രാത്രി നീ എന്റെ അടുത്ത് മീറ്റിങ്ങിനെ കുറിച്ചും പരിപാടിയെ കുറിച്ച് ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി. പക്ഷെ ഇങ്ങനെ ഒരു ഉദ്ദേശം നിന്റെ ഉണ്ടിൽ മോളെ നീ ഒന്നാമടുത്ത സ്നേഹത്തോടെ പറഞ്ഞ് കളിക്കാതെ എന്റെ വെള്ളം തരാൻ പറ. ആ പോടെ 2 എണ്ണം ഉണ്ടായിരുന്നു. അത് ഒന്നാണെങ്കിൽ കീറി പറഞ്ഞ് ആകെ നാശമായി. ഇപ്പൊ ഉള്ളതിൽ വൃത്തിയുള്ള ഒരെണ്ണമാണ് ഞാൻ കഴുകി വിട്ടിട്ടുള്ളത്. ഒരു മുണ്ട് ഷർട്ടും വെച്ചിട്ട് കുടുംബം പോരുന്ന പാടെ എനിക്കേ അറിയാവൂ. ഏട്ടാ എടുത്തേക്ക് കൊടുക്കേട്ടാ. ഞാൻ എടുത്തില്ലേ. എടുത്തു. നിന്റെ ചിരി കണ്ടാലറിയാം നീ എടുത്തുന്നുള്ളത്. ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു നിലയിൽ എത്തേണ്ട മനുഷ്യൻ അതിന്റെ ജീവിതം കളയില്ല. നിനക്ക് അറിഞ്ഞൂടെ എന്റെ ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു മഹത്വം നിനക്ക് അറിഞ്ഞൂടെ? എടുത്തെങ്കിൽ അങ്ങ് കൊടുക്കുന്നേ. ഞാൻ എടുത്തില്ല. എടുത്തവൻ ഇന്നാള് ഇതേപോലെ എടുത്തു വെച്ചത് ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? കൊടുക്കേട്ടാ. വേഷം കണ്ടില്ലേ കരക? നീ തരുന്നുണ്ടായില്ലയോ? ഞാൻ ഞാൻ എടുത്തില്ല. പിന്നെ നീ എന്തിനാ ചിരിക്കണ? എന്തിനാ നീ കള്ളത്തരം കാണിക്കുമ്പോഴാ ചിരിക്കുന്നത്? അതല്ല ഇപ്പൊ യൂണിഫോം വിഷയം പോയിട്ടുണ്ടോ? കനക നീ തരൂലല്ലേ? എനിക്ക് മനസ്സിലായി. നീ തരൂല. നീ നോക്കോ. എന്നെ പോലൊരു പ്രമുഖ നേതാവിന്റെ മരണത്തിന് ഉത്തരവാദിത്വം നീയാണ്. മതി, എനിക്ക് മതി. ഇങ്ങനെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ജീവിച്ച് മതി. എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയേ നമ്മ മണി 9 കഴിഞ്ഞ് മീറ്റിങ്ങിന് നമുക്ക് സമാധാനം. ഞാൻ ഒന്ന് വന്നേ, ഒന്ന് അകത്ത് നോക്കാം. അകത്ത് പോയി നോക്കിയിട്ട് വരാം. അകത്തുണ്ടാവും. ഞാൻ നോക്കട്ടെ. എന്റെ പൊന്നോ ചാവല്ലേ. ഞാൻ തന്നെ എടുത്ത തരൂല അമ്മ.